താനെന്താ പെട്ടെന്ന് അമ്പലം സെലക്ട് ചെയ്തേ? ത്രിവിക്രം, ഇപ്പൊ കുറച്ചു നാളായിട്ട് നിനക്ക് ഭയങ്കര ദേഷ്യമാണ്. അതൊന്ന് കുറച്ച് കിട്ടാൻ പറ്റുമോ നോക്കാനാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ദേഷ്യം കൂടുതലാണെന്നോ? നോ ചാൻസ്. സ്വന്തം ദേഷ്യം നമുക്കറിയാൻ പറ്റില്ല, മറ്റൊരാൾക്കേ അത് മനസ്സിലാവൂ. അപ്പൊ എനിക്ക് എന്റെ കാര്യം അറിയില്ലെന്നാ പറയുന്നത്? അങ്ങനെയാണെന്ന് വെച്ചോ. ത്രിവിക്രം, ഇയാളെ ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്, എന്നിങ്ങനെ നോക്കി നിൽക്കാനല്ല. വാ. ദൈവമേ, 23 വർഷമായിട്ട് ആദിശേഷൻ കൂടെ ഇല്ലാതെ കഴിഞ്ഞവളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് എന്റെ ആദിശേഷനെ തിരികെ കിട്ടിയിരിക്കുകയാണ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് അങ്ങയോട് ആവശ്യപ്പെടാനില്ല. എന്റെ ഈ ജീവിതത്തിലേക്ക് എനിക്ക് പിന്നെയും ആദിശേഷനെ തന്ന് അനുഗ്രഹിച്ചില്ലേ നീ, സദാ ഞാൻ അവിടുത്തെ ഭക്തിയായിരിക്കും. വിനായക, എനിക്കറിയാം നീ എനിക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതെ എനിക്ക് ഒരു ദേവതയെ പോലെ കുട്ടിയെ തന്നില്ലേ? സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അച്ഛനമ്മയും തന്നില്ലേ? ഇതിനൊക്കെ ഞാൻ താങ്ക്സ് പറയാന്നാണോ വിചാരിച്ചത്? ഒരിക്കലും അല്ല. ബിക്കോസ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ കൊണ്ട് തീർന്നില്ല. ഭാവിയിൽ എനിക്ക് ഒരുപാട് സഹായം ചെയ്യാനുള്ളതാ. അപ്പൊ എല്ലാം ചേർത്ത് ലാസ്റ്റ് പറഞ്ഞോളാം. ഹലോ മൈ ബോസ്. ഹലോ മാഡം. നീ എന്തിനും കൂടെ വന്നേ? അമ്പലത്തിലേക്ക് എന്തിനാ വരുന്നേ? ഭക്തിയോടെ ഒന്ന് തൊഴാൻ വേണ്ടിയല്ലേ. പക്ഷെ എന്നെ പോലുള്ളവർ വരുന്നതിന്റെ കാര്യം ഭഗവതിയെ കണ്ണു നിറച്ച് കാണാനാ. വാട്ട്? അത് തന്നെ ബോസ് ഇവിടെ വന്നിട്ട് തൊഴുതായിരുന്നോ? മനസ്സിലുള്ളതൊക്കെ ബോസ് തുറന്ന് ചോദിച്ചില്ലേ? എനിക്കിങ്ങനെ ഒരു അവസരം തന്നു കഴിഞ്ഞാൽ മനസ്സിലുള്ളതൊക്കെ ദേവിയോട് ഞാനും ചോദിച്ചോളാം. അപ്പൊ അത് ഞാൻ ഉദ്ദേശിച്ചത് തൊഴുതാലോ ഒന്ന്. ശിവാനി, വാ നോക്കാറുണ്ട്. ഹലോ, നിക്ക് ബോസ്. എന്ത് പറ്റി മാഡം? ഒരു മിണ്ടാട്ടം ഇല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ബോസിനെ എന്തെങ്കിലും പറഞ്ഞോ? തൃശൂൽ, ഇയാൾക്ക് ഒരു കുഴപ്പമില്ല. അതല്ല ബോസ്, മാഡത്തിന് മുൻപൊരിക്കലും ഞാൻ ഈ മൂഡിൽ കണ്ടിട്ടേ ഇല്ല. എന്താ കാര്യം? എന്താന്ന് പറയുന്നേ? ത്രിവിക്രം, നമുക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് പോയാലോ? അമ്പലത്തിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ആശ്വാസമല്ല ശിവ, അല്ലേ കൊച്ചു മുതലാളി? ശിവാനി, താനെന്തൊന്നും മിണ്ടാത്തെ? അത് പിന്നെ ബോസ്, മാഡത്തിന് മടി എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാ. ഞാൻ ചോദിച്ചാൽ മാത്രമേ ഉത്തരം പറയൂ, അല്ലേ മാഡം? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറഞ്ഞു കേൾക്കട്ടെ. വേറെന്ത് ചോദിക്കാനാ ബോസ്? എന്നെ കുറിച്ചായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അത് പിന്നെ എന്നെ പോലൊരാൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നല്ല മനസ്സൊക്കെ വേണ്ടേ? ഇവനെ കൊണ്ടത് വലിയ ശല്യമായില്ലോ. ശിവാനിയോട് ഒരു മിനിറ്റ് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ശിവാനി, നമുക്ക് എസ്റ്റേറ്റിൽ പോയാലോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ വാ. ഇതെന്താ കാര്യം? എന്നെ വിളിച്ചിട്ട് പോകുന്നത്? വിളിച്ചേയില്ലല്ലോ. ഹലോ ബോസ്. മാഡം നിക്ക് ബോസ്, വേഗം പോ, ഞാനും വരാം. നീ ഇങ്ങോട്ടേ വരുന്നേ? എവിടേക്കാണോ? നമ്മുടെ എസ്റ്റേറ്റിലേക്ക്. അല്ലടാ, ഞാനും ശിവാനിയും. അത് പിന്നെ എനിക്ക് അറിയില്ലേ ബോസ്. എന്നെ വിട്ട് നിങ്ങൾ എവിടേക്കും പോകില്ലെന്ന് എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. കീ ഇങ്ങ് തന്നെ. ഒന്നും താ ബോസ്. വരും മാഡം. ഇല്ല നന്ദീശ, ഈയിടെയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിന് പോലും ഫലം കാണുന്നില്ല. മുന്നോട്ടിനി എന്തായി തീരുമെന്ന് പോലും ഒരു പിടുത്തവുമില്ല. ആ സാംബശിവന്റെ അളിയ, ഇപ്പൊ ഈ വീട്ടിൽ എന്താ നടക്കുന്നത്? അളിയൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഈ ഇടയായിട്ടെ ചേച്ചിയുടെ കാര്യത്തിലായാലും ഈ വീടിന്റെ കാര്യത്തിലായാലും അളിയൻ ഒരു ശ്രദ്ധയില്ല. ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അളിയൻ കുറെ നാളായിട്ട് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല.
ഛേ, നിന്നോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് സമയമില്ല. നീ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്ക്. അല്ല അളിയ, ചേച്ചി അളിയന് വേണ്ടി എത്രമാത്രം ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അവള് നിങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ച് ഇപ്പൊ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറിയിരിക്കാം. ഇത് പറയാൻ നിന്നെ ഇങ്ങോട്ട് അയച്ചതാരാ? ആരെന്നോ? ചേച്ചി തന്നെയാ പറഞ്ഞത്. അല്ല, എന്താ അളിയന്റെ പ്രശ്നം? ഓഹോ, ദമയന്തി അയച്ചതാണോ? അതെ, അതിനിപ്പോ എന്താ? ചോദിക്കാൻ പാടില്ലേ? അളിയ, എനിക്കിതിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവുകയില്ല. ഗോവിന്ദ, എഴുന്നേറ്റ് പോ. ആ? എഴുന്നേറ്റ് പോകാൻ. നിന്റെ ചേച്ചിക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവളോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. കണ്ണീ കണ്ടവന്മാരോട് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്ന് വെച്ചാ ഈ കുടുംബത്തിൽ ഞാൻ ഒരംഗമേ അല്ലെന്നാണോ? ഇത്രയും ദിവസം വരെ ആയിരുന്നു, ഇനി അങ്ങനെ അല്ലാതായിന്ന് വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ പോവാൻ നോക്ക്. അതങ്ങനെ അല്ല അളിയ. നന്ദീശ, പറഞ്ഞു വിടുവനെ. ശരി മുതലാളി. ഗോവിന്ദേട്ടാ, മുതലാളി, എന്തിനെങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത്? നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോ വീട്ടുകാർക്ക് വല്ല സംശയം തോന്നും. നമ്മളായിട്ട് എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? നീ പറയുന്നത് ശരിയാ നന്ദീശ, പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ കാരണം. ശരി, പോട്ടെ. ഇനി അങ്ങോട്ട് എല്ലാവരോടും ശ്രദ്ധിച്ച് പെരുമാറിക്കൊള്ളാം ഞാൻ. ത്രിവിക്രം, നിനക്ക് ഉന്നം കഴിച്ചില്ലല്ലോ. കറക്റ്റ് ആയിട്ട് ആ ബോർഡിന്റെ സെന്ററിൽ തന്നെ കൊണ്ടല്ലോ. ശിവാനി മാഡം, നിങ്ങൾക്ക് എന്റെ ബോസിനെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്റെ ബോസിന്റെ ലൈഫിൽ ഇതുവരെ ഒരു ലക്ഷ്യം പോലും പഴിച്ചിട്ടില്ല. ഈ മഹാഭാരതത്തിലെ അർജുനനെ പോലെ. ഇതെല്ലാം എങ്ങനെ കഴിയുന്നു? നീ പണ്ട് മുതലേ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇതെന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കളി അറിയാതെ വെറുതെ അങ്ങ് ഇറങ്ങി കളിക്കാനായിട്ട് അവര് നമ്മളെ പോലൊരു സാധാരണക്കാരനാണോ? മാസ്റ്റർ അല്ലേ മാഡം. ഷൂട്ടിംഗ് ഒരു തരം റിച്ച് ഗെയിം തന്നെയാ. കുട്ടിക്കാലം മുതലേ ഇത് മാത്രം കളിച്ചു വളർന്നതാ. മാഡം, എന്റെ ബോസിന് അറിയാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. അവരുണ്ടല്ലോ സകലകലാ വല്ലഭനാ. ശിവാനി, തനിക്ക് ഷൂട്ടിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? അത് കം ഓൺ ശിവാനി, ഒന്ന് ട്രൈ. ഐ വിൽ ടീച്ച് യു. ത്രിവിക്രം, അതെന്താന്ന് വെച്ചാ താൻ ട്രൈ ചെയ്ത് നോക്കടോ. ത്രിവിക്രം, സ്വപ്നം കാണാണോ? ശിവാനി, താൻ പിടിച്ച് പഠിപ്പിച്ചുതരാം. ത്രിവിക്രം, എനിക്കിതൊന്നും അറിയില്ല. അതൊന്നും കുഴപ്പമില്ല ശിവാനി, അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. കം ഓൺ ശിവാനി, വന്നേ. കൊച്ചുമുതലാളി, മാഡത്തിന് ഇതൊന്നും ഇഷ്ടമില്ലാന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാ പിന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? ഇഷ്ടമില്ലാത്തത് ഫോഴ്സ് ചെയ്യാൻ പാടില്ലല്ലോ. ശിവാനിക്ക് എന്താ ഇഷ്ടം എനിക്ക് നന്നായിട്ട് അറിയാം. കം ഓൺ ശിവാനി. ത്രിവിക്രം, എനിക്ക് പേടിയാവുന്നു. ഇത്ര നാളും പഠിക്കാത്തത് ഇനി പഠിച്ചിട്ട് എന്തിനാ? അതല്ല കൊച്ചുമുതലാളി, ഒരു മിനിറ്റ് മാഡം, ഒന്ന് ഇങ്ങോട്ട് മാറി. അതെന്റെ കയ്യിൽ ഒന്നേക്ക്. ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കും മാഡം. മാറി നിൽക്കുന്നേ മാഡം. നിങ്ങൾക്ക് അറിയില്ല എന്റെ ബോസിന്റെ ഉന്നം എത്രമാത്രം ഷാർപ്പാണെന്നുള്ള കാര്യം. എത്ര ദൂരെയുള്ള ടാർഗറ്റ് ആണെങ്കിലും എന്റെ ബോസ് ഇവിടെ നിന്ന് വെടിവെച്ചിടും, അറിയോ? ആണോ ത്രിവിക്രം? ഓ അതെ മാഡം, അത് കണ്ടിട്ടില്ലല്ലോ. അതെ ബോസ്, കാണിച്ചു കൊടുക്ക്. ഒന്ന് കാണിച്ചു കൊടുക്ക ബോസ്. ബോസിന്റെ ഉന്നം മാഡം ഒന്ന് കാണട്ടെന്നേ. കണ്ടില്ലേ, സൂപ്പർ ആയിട്ടുണ്ട് കൊച്ചുമുതലാളി. ശിവാനി വാ, ഷൂട്ടിംഗ് ഞാൻ പഠിപ്പിച്ചുതരാം. മാഡം, നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ബോസിന് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നുമ്പോഴൊക്കെ ആപ്പിൾ എന്ന് പറയുന്ന സാധനം ഞാനാ തല വെക്കാറ്. ബോസ് എപ്പോഴും മുന്നം തെറ്റാതെ ഇതിൽ തന്നെ കൊള്ളിക്കുകയും ചെയ്യും. ആപ്പിളോ? തലയിലോ? മാഡം, ഇതൊക്കെ ഭയങ്കര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്റെ ബോസിന്. ബോസിന്റെ ലക്ഷ്യം എത്ര ഷാർപ്പാണെന്നറിയോ? അതൊരിക്കലും മിസ്സായിട്ടേ ഇല്ല. നോക്കിക്കോ. എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ ബോസ്?
വെറുതെ തമാശ കളിക്കല്ലേ. അബദ്ധത്തിൽ എങ്ങനെ ആ ബുള്ളറ്റ് ദേഹത്ത് കൊണ്ട ജീവന് തന്നെ ആപത്താ. മാഡം ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്നേ. എന്റെ ബോസിന്റെ കാര്യത്തിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസ് അല്ലേ. ബോസ് എത്രയോ തവണ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ആപ്പിളും വെച്ച് എത്ര ദിവസം നിന്നിട്ടുണ്ടെന്നറിയോ. ബോസ് കറക്റ്റ് ലക്ഷ്യത്തിൽ തന്നെ കൊള്ളിക്കാറ്. മാഡം ഇപ്പൊ കണ്ടോ ആപ്പിൾ ഇങ്ങനെ 100 കഷ്ണമായിട്ട് ചെതറുന്നത്. ബോസ് ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നേ. ത്രിവിക്രം, നീയെങ്കിലും ഒന്ന് അവനോട് പറ. ശിവാനി, അവനൊരു പേടിയില്ലല്ലോ. പിന്നെ എന്റെ ഒന്നും ഒരിക്കലും തെറ്റാറുമില്ല. എനിക്കെന്തോ ഇതൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ശിവാനി, എന്റെ ഫോക്കസിൽ തനിക്ക് ഡൗട്ട് ഉണ്ടോ? താൻ കണ്ടോ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കൊള്ളിക്കുന്നത്? എന്തായാലും നീ ആയിട്ട് വന്നു നിന്നതല്ലേ. കണ്ടോ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ തീർക്കാം. നീയാണ് എന്റെ മോൻ, നീ തന്നെയാണ് എന്റെ സ്വപ്നം. ഇപ്പോഴും ഞാൻ ജീവനോടെ ഉള്ളത് നിനക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. നീ ദിഗ്വിജയന്റെ മകനല്ല. നന്ദീശനാണ് നിന്റെ അച്ഛൻ. ദിഗ്വിജയന്റെ മകൻ നീയല്ല, തൃശൂലാണ്. ചേച്ചി, നീയായിട്ട് നീ എന്നെ തടയാൻ ശ്രമിക്കണ്ട. നീ തടയണ്ട. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാൻ പോവാ. എന്ത് നാണക്കേടാ ചേച്ചി. എത്ര അപമാനിച്ചെന്നറിയോ. വേറെ ആർക്കെങ്കിലും ആണ് ഈ അപമാനം നേരിട്ടിരുന്നെങ്കിൽ അവൻ ആ നിമിഷം പോയി ആത്മഹത്യ ചെയ്തേനെ. ഞാനായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. നീ എന്നെ തടയണ്ട. ഞാൻ ഇവിടുന്ന് പോവാ. സമാധാനമായിട്ട് എനിക്ക് ജീവിക്കാമല്ലോ. ഗോവിന്ദ, ചേച്ചി, എനിക്കറിയായിരുന്നു ചേച്ചി നീ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അളിയനോട് നീ ഇത് പറയണ്ട. ഇത് വെച്ചോ, വണ്ടിക്കൂലിക്ക് കാശ് വേണ്ടേ? ചേച്ചി, ബസ് കാശും തന്നിട്ട് എന്നോട് പോവാൻ പറയാണ്. എന്നുവെച്ചാ ഈ അനിയനോട് ചേച്ചിക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്റെ തലയിലെടുത്ത് നോക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവരോട് പോയി സംസാരിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയി ചോദിച്ചേനെ. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറയും. നീ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയല്ലേ? ഇത് ലാസ്റ്റ് വാണിംഗ്. ഇങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവരുത്. സോറി ചേച്ചി. ചേച്ചി, ഞാൻ എവിടെയും പോകുന്നില്ല. ഈ വീട് വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. അല്ല, യെസ്, അങ്ങനെ എന്റെ ലൈഫിൽ നിന്നെടുത്താൻ നൈസായിട്ട് എക്സിറ്റ് ആയി. തൃശ്ശൂർ, എനിക്ക് എന്താ പറ്റിയത്? തൃശ്ശൂർ എന്താ പറ്റിയത്? മാഡം എനിക്കൊന്നും പറ്റിയില്ല. കയ്യിൽ മാത്രം എന്തോ വേദന ഉണ്ടെന്നേ ഉള്ളൂ. ബുള്ളറ്റ് എന്റെ കയ്യിലാണ് കൊണ്ടത്. ഇതെന്താ പറ്റിയേ? പതുക്കെ. ത്രിവിക്രം, വേണ്ടാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ. വാശി പിടിച്ചില്ലേ? ഇപ്പൊ നോക്കി എന്താ പറ്റിയെന്ന്. സോറി തൃശ്ശൂർ. എടാ, ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തപ്പോ. സാരമില്ല കൊച്ചുമുതലാളി, വിട്ടേക്കുന്നേ. എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ നിങ്ങളുടെ ഉന്നത്തെക്കുറിച്ചൊക്കെ, നിങ്ങളുടെ കോൺസെൻട്രേഷനെ കുറിച്ച്. പ്രാവ് വന്ന് തട്ടിക്കൊണ്ട് പറ്റിപ്പോയതല്ലേ? ആ പ്രാവ് ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ പരലോകത്തെത്തിയനെ.
ആ പ്രാവന്റെ എല്ലാ പ്ലാനും നശിപ്പിച്ചു. ഓക്കെ, നന്നായിട്ട് രക്തം വരുന്നുണ്ട്. മാഡം അതൊന്നും കുഴപ്പമില്ലെന്നേ. ഇത്തിരി ചോരയല്ലേ, കുറച്ച് പോയാലും സാരമില്ല. ത്രിവിക്രം, വണ്ടിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവില്ലേ? അതെടുത്തിട്ടോ. ഞാൻ കൊണ്ടുവരാം. അതൊന്നും വേണ്ട വേണ്ട ബോസ്, പറയുന്നത് കേക്ക്. തൃശൂൽ, ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലേ? നിനക്ക് ഞാൻ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തരണമല്ലേ? നീ അവിടെ കിടന്ന് ചോര വാർന്ന് മരിക്കണം. ത്രിവിക്രം, ഒന്ന് വേഗം വാ. ശിവാനി, ശിവാനി, ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാറിലില്ല. ഒരു മിനിറ്റ്, ഒന്ന് പിടിച്ചേ പ്ലീസ്. തൃശൂർ, എന്താ ചെയ്യുന്നത് മാഡം? മാഡം മാഡം നിങ്ങൾ എന്താ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? ഒന്ന് അടങ്ങിയിരിക്കുവോ നീ? നോ 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 ശിവാനി, ഇവൻ ഇങ്ങനെ കെയർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അയ്യോ ബോസ്, മാഡത്തിനോട് ഇതൊന്ന് നിർത്താൻ പറ. കഴിഞ്ഞു, വാ ഹോസ്പിറ്റലിൽ പോവാ. മാഡം, ഈ ചെറിയ മുറിവനൊക്കെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഓരോന്നിനും വാദിച്ച് നിക്കല്ലേ. ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്, വാ. ശിവാനി വിട്, ഞാൻ എടുത്തോളാം. സൂക്ഷിച്ചടക്കാം. ശ്രദ്ധിച്ച് തൃശൂൽ, പതുക്കെ ശ്രദ്ധിച്ച്. ശിവാനി കേറ്. അമ്മേ, അയ്യോ എനിക്ക് ഒട്ടും വയ്യ മാഡം. ഇല്ല തൃശൂൽ, ഒന്നുമില്ല. ആശുപത്രി ഇപ്പൊ എത്തും, ഒന്ന് ക്ഷമിക്ക്. എടാ തൃശൂൽ, നീ ഇപ്പൊ ഈ കരയുന്ന ശബ്ദം ഞാൻ എത്ര മെലോഡിയസ് ആയിട്ട് കേൾക്കുന്നറിയാം. നീ നന്നായിട്ട് കരയി, ഞാനതിങ്ങനെ ആസ്വദിക്കട്ടെ. അമ്മേ വയ്യ. ത്രിവിക്രം, ഒന്ന് പെട്ടെന്ന് പോ പ്ലീസ്. വേഗം ചെന്നിട്ട് ഇവനെ ചികിത്സിപ്പിക്കാനല്ലേ? അങ്ങനെ പെട്ടെന്ന് ചെന്ന് ഇവന്റെ വേദന മാറി എനിക്കെന്താ ഒരു സുഖമുള്ളേ? എന്താ ത്രിവിക്രം, എന്തിനാ വണ്ടി നിർത്തിയേ? അത് പിന്നെ ശിവാനി, ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കാവുന്നു. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. അയ്യോ ആണോ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരിക്കെ, ഞാൻ വണ്ടി ഓടിക്കാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. എന്ന് വേഗം ആവട്ടെ. ത്രിവിക്രം, പെട്ടെന്ന് പോ. മാഡം, എല്ല് മുറിയുന്ന വേദന. കൊച്ചു മുതലാളി, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ത്രിവിക്രം, എന്തിനാ പിന്നെ വണ്ടി നിർത്തിയ? വണ്ടി പെട്ടെന്ന് ഓഫായതാ. എന്റെ ഈശ്വര, എന്താ പറ്റിയത്? ഞാനൊന്ന് നോക്കട്ടെ. ശരി, എന്താന്ന് വെച്ചാ വേഗം നോക്കി ചെയ്യ്. ത്രിവിക്രം, അയ്യോ, ആ ശിവാനി, ഞാൻ നോയിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ്.